അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 30 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായിപ്പോയ തബ്ലീഗിനെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠനം നടത്തി അത് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അണ്ടോണ ഉസ്താദിൻ്റെ തബ്ലീഗ് സംബന്ധമായ വിവരണങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അത് സംബന്ധമായി ലഭ്യമായ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉദ്ധരിക്കുകയാണ്. ആധുനിക കാലത്ത് തബ്ലീഗ് പുതിയ മേച്ചിൽപ്പുറം തേടിക്കൊണ്ട് സംശുദ്ധ സ്വഭാവത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും മേഖലകൾ വെട്ടിപ്പിടിച്ച് ജനങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ വേണ്ടി വിഫല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തബ്ലീഗിൻ്റെ ഉള്ളറകളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശ വ്യതിയാനങ്ങളുടെയും സുന്നത്ത് ജമാഅത്തിൻ്റെ വിരുദ്ധമായ വീഴ്പ്പലക്കലിൻ്റെയും കാര്യങ്ങളെല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് ഏകദേശം 40 വർഷം മുമ്പ് അണ്ടോണ ഉസ്താദ് അവതരിപ്പിച്ച തബ്ലീഗിനെക്കുറിച്ചുള്ള വിശദമായ പഠനത്തിൻ്റെ ഭാഗമാണ് നാം കേൾക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ഈ അവതരണത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം തബ്ലീഗിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചവരും മറ്റൊക്കെ കുറവാണ് എങ്കിലും ഇപ്പോൾ ഈ പ്രഭാഷണങ്ങൾ തബ്ലീഗിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചില ധാരണകൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാനും അവരെ തെറ്റിദ്ധരിച്ചവർക്ക് അതിൻ്റെ തെറ്റായ ധാരണകളിൽ നിന്ന് മോചനം നേടി ശരിയായ സുന്നത്ത് ജമാഅത്തിൻ്റെ പാതയിലല്ല അവർ എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറയാൻ പറ്റുന്ന ഒരു പാകതയിലേക്ക് ഇത് കേൾക്കുന്നവരെ നയിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഈ പ്രഭാഷണം കേൾക്കണമെന്ന് ദയവായി ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അവർ തബ്ലീഗ് നടത്തണം, നല്ലത് കൊണ്ട് കൽപ്പിക്കുക, തെറ്റ് തടയാം. അപ്പൊ വിശ്വാസത്തിലെ തെറ്റ് തടയണം, വിശ്വാസത്തിലെ നന്മ കൽപ്പിക്കണം. രണ്ടാമത് കർമ്മത്തിലെ നല്ലത് കൽപ്പിക്കണം, തിന്മ തടയണം. അവർ നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിച്ചു കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ അറിവുകേട് കൊണ്ട് അവൻ ഒതുവെടുക്കുന്ന സമയത്ത് മുഖം കഴുകേണ്ട ക്രമപ്രകാരം കഴുകാതെ കണ്ട് അവരെ മുമ്പിൽ വെച്ച് ഒതുവെടുത്താൽ പോലും മകനെ ഇന്നത് മുതൽ ഇന്നത് വരെ കഴുകണം എന്നവർ പറഞ്ഞു കൊടുക്കുന്നില്ല. കൈ ഒതുവെടുത്തപ്പോൾ മുട്ട് നനയാതെ പോയാൽ മുട്ട് നനച്ചുകൊണ്ട് മുട്ട് ഉൾപ്പെടെ കഴുകലാണ് ഒതു. അതുകൊണ്ട് മുട്ട് നനച്ചുകൊണ്ട് ഒതുവെടുക്കണമെന്ന് ഈ തബ്ലീഗുകാരും അവരനുയായികളോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. സുജൂദിൽ കാലിന്റെ വിരലിന്റെ പള്ള വെക്കണം, നെറ്റിയിൽ മറയില്ലാതെ കണ്ട് നിലത്ത് വെക്കണം. ഈ തരത്തിലുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചും തബ്ലീഗുകാര് അവരെ കൂടെ നടക്കുന്ന ആളുകളോട് പോലും പറഞ്ഞ അനുഭവമല്ല. പിന്നെ ഏത് തെറ്റാണ് ഇവർ തടയുന്നത്? നമ്മിൽപ്പെട്ട പലരും ധരിച്ചു വെച്ചത് ഇവർ തെറ്റ് തടയുന്നവരും നല്ലത് കൽപ്പിക്കുന്നവരും എന്നാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭാഗത്തിന് പലരും പള്ളി പോലും അനുവദിച്ചു കൊടുക്കാറുള്ളത്. ഇങ്ങനെ വിശദമായി നാം ഒന്ന് ചിന്തിച്ചാൽ ഒരു തെറ്റിനെ കുറിച്ച് തടയുന്ന പരിപാടിയും അവർക്കില്ല, ഒരു ശരി കൽപ്പിക്കുന്ന പരിപാടിയും ഇല്ല. പിന്നെ അവരെ നിസ്കരിക്കാൻ ക്ഷണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു പുതിയ പാർട്ടി ഇവിടെ ഉണ്ടാക്കുക. പാർട്ടിയുടെ ലക്ഷ്യം എന്ത്? അതിന്റെ ആദർശം എന്ത്? അതും വളരെ വിശദമായി സംസാരിക്കേണ്ട കാര്യമാണ്. ചുരുക്കി മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഷാഹ് മുഹമ്മദ് ഇല്യാസ് എന്ന തബ്ലീഗി ജമാഅത്തിന്റെ സ്ഥാപകൻ പറയുന്നു, അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കലാണ് എന്ന്. ഈ പുതിയ പാർട്ടി ഈ രാജ്യത്ത് അംഗീകരിക്കുന്ന പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആദർശം എന്ത്? ഇതാണ് നമുക്കിവിടെ ചിന്തിക്കാനുള്ളത്. അതിന് ഷാഹ് മുഹമ്മദ് ഇല്യാസ് പറഞ്ഞു, തന്റെ മൽഫൂലാത്ത് എന്ന് പറയുന്ന കൃതിയുടെ 57-ാമത്തെ പേജിൽ പറയുന്നു, ഏക് ബാർ ഫർമായ हजरत मौलाना तानवी ने बहुत बड़ा काम किया है, बस मेरा दिल ये चाहता है कि तालीम तो उनकी हो और तरीका तबलीग मेरा हो कि इस तरह उनकी तालीम आम हो जाएगी. ഒരു തവണ ഷാഹ് മുഹമ്മദ് ഇല്യാസ് പറഞ്ഞു, താനവി വലിയ ഒരു കാര്യം പ്രവർത്തിച്ചിരിക്കുന്നു. ബസ് മേരാ ദിൽ യേ ചാഹതാ ഹൈ, അതുകൊണ്ട് എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നു കെ താലീം തോ ഉൻകി ഹോ ഔർ തരീഖ തബ്ലീഗ് മേരാ ഹോ. ആശയം അയാളുടേതാകണം, അത് പ്രചരിപ്പിക്കുന്ന മുറ എന്റേതുമാകണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയം ലോകത്ത് വ്യാപിക്കണം, പ്രചരിക്കണം. ഇതാണ് എന്റെ ഉദ്ദേശം.
നാം ഇവിടെ പരിശോധിക്കുന്നത് തബ്ലീഗി ജമാഅത്ത് എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ച ആളുടെ ലക്ഷ്യം എന്ത് എന്ന അത് അയാൾ വെട്ടിത്തുറന്ന് പറയുന്നു. എന്റെ ലക്ഷ്യം അഷ്റഫ് അലി താനവി എന്ന് പറയുന്ന ആൾ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ച അയാളുടെ ആശയം, ആദർശം ഈ രാജ്യത്ത് ഈ സംഘടിതമായ പ്രവർത്തനത്തിലൂടെ പ്രചരിപ്പിക്കലാണ്. ഇത് പറഞ്ഞത് മൽഫൂളാത്ത് എന്ന പുസ്തകത്തിന്റെ 57-ാമത്തെ പേജിലാണെങ്കിൽ അതേ പുസ്തകത്തിന്റെ 123-ാമത്തെ പേജിൽ ഷാഹ് മുഹമ്മദ് ഇല്യാസ് പറയുന്നത് കാണുക. ഫർമായ हजरत गंगोही इस दौर के कुतुब इरशाद और मुजद्दिद थे, लेकिन मुजद्दिद के लिए जरूरी नहीं है कि सारा तहदीदी का उसी के हाथ पर जाहिर हो, बल्कि उसके आदमियों के जरिए जो काम हो वो सद्दी बिलवासित उसी का है. जिस तरह खुलफाए राशिदैन बिलखुसूस हजरत शेख का काम फिल हकीकत रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ही का काम है. രണ്ടാമത് അദ്ദേഹം പറയുന്നു, റഷീദ് അഹമ്മദ് കാങ്കോഹി ഈ കാലഘട്ടത്തിലെ കുത്തുബും മുജദ്ദിദും ആവുന്നു. മുജദ്ദിദ് എന്ന നവോത്ഥാരകൻ എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സാരാ തജ്ദീദി കാം ലേക്കിൻ മുജദ്ദിദ് കെ ലിയെ ജറൂരി നഹീ ഹൈ കി സാരാ തജ്ദീദി കാം ഉസി കെ ഹാത്ത് പർ ജാഹിർ ഹോ. പക്ഷെ ഒരു മുജദ്ദിദാകണമെങ്കിൽ എല്ലാ നവോത്ഥാന പ്രവർത്തനങ്ങളും അയാളെ കൈക്ക് തന്നെ പൂർത്തിയായിക്കൊള്ളണം എന്നില്ല. അയാളുടെ ശിഷ്യഗണങ്ങളിലൂടെ, അയാളുടെ പിന്മുറക്കാരിലൂടെ, അയാളുടെ പിൻഗാമികളിലൂടെ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെയും അയാളുടേത് തന്നെയാണ്. എന്നിട്ട് ഉദാഹരണം പറഞ്ഞത് എങ്ങനെ? ബഹുമാനപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങളുടെ, വിശിഷ്യ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുമാ 2 ഖലീഫമാരുടെ പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണമായതുപോലെ. നഊദു ബില്ലാഹ്. കാര്യം മനസ്സിലായില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല. സിദ്ദീഖിന്റെയും ഉമറിന്റെയും പ്രവർത്തനം കൊണ്ടാണ് റസൂലുള്ളാഹിന്റെ പ്രവർത്തനം പൂർത്തിയായത് എന്ന ഒരു ആരോപണം അതിൻ്റെ ഉള്ളിൽ അന്തർഭവിച്ചു കിടക്കുന്നു സഹോദരന്മാരെ. ഏതായിരുന്നാലും അപ്പൊ അയാൾ പറയുന്നത് ഈ റഷീദ് അഹമ്മദ് കാങ്കോഹിയുടെ നവോത്ഥാന പ്രവർത്തനത്തിന്റെ പൂർത്തീകരണമാണ് ഇയാളുടെ കയ്യിലൂടെ ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. അഷ്റഫ് അലി താനവിയുടെ ആദർശം, റഷീദ് അഹമ്മദ് കാങ്കോഹിയുടെ നവോത്ഥാന പ്രവർത്തനം, ഇതിന്റെ പ്രചരണവും പൂർത്തീകരണവുമാണ് തബ്ലീഗി ജമാഅത്ത് എന്ന് പറയുന്ന സംഘടനയുടെ രൂപീകരണത്തിലൂടെ ഷാഹ് മുഹമ്മദ് ഇല്യാസ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അയാളുടെ വാചകങ്ങൾ കൊണ്ടാണ് നാം ഇവിടെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ 2 പേരിന്റെ ആദർശവും പ്രവർത്തനങ്ങളും എന്തായിരുന്നു? ഇതാണ് നമുക്ക് ഇനി ചിന്തിക്കാനുള്ളത്. അതിന് അവരുടേതായ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരണികൾ പറയുന്നതിന് മുമ്പായി ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഷാഹ് മുഹമ്മദ് ഇല്യാസിന്റെ പ്രധാന ശിഷ്യരിൽ ഒരാളായ മൻസൂർ മുഹമ്മദ് നുഅ്മാനി എന്ന് പറയുന്ന ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ലക്നൌവിൽ. അവിടെ അൽ ഫുർഖാൻ മാസിക എന്ന് പറയുന്ന ഒരു മാസികയുടെ എഡിറ്ററും അൽ ഫുർഖാൻ കുത്തുബ്ഖാനയുടെ മാനേജറുമായി ലോകാടിസ്ഥാനത്തിൽ തബ്ലീഗിന് നേതൃത്വം, മേൽനോട്ടവും വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് മുഹമ്മദ് മൻസൂർ നുഅ്മാനി. അയാളുടെ നേരത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി ഈ ഭൂമുഖത്ത് സ്ഥാപിച്ച സന്ദർഭത്തിൽ 1941 ആഗസ്റ്റ് 26-ാം തീയതി മഗ്രിബ് ഇശാഇന്റെ ഇടയിലാണല്ലോ അതിന്റെ സംസ്ഥാപനം. അന്ന് 2ാമത്തെ ആളായി ഷഹാത്ത് കലിമ ചൊല്ലിയ വ്യക്തിയാണ് ഈ മൻസൂർ നുഅ്മാനി. ആദ്യം അബുല്ലഅല മൗദൂദി ഷഹാത്ത് ചൊല്ലി അദ്ദേഹം മെമ്പറായി. 2ാമത് മുഹമ്മദ് മൻസൂർ നുഅ്മാനി ഉഠേ എന്നാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് മൗദൂദി की तरह तजदीद ईमान का इजहार किया. അങ്ങനെ മൗദൂദിയെ പോലെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമിയിൽ ശരീക്ക് ബനെ, അങ്ങനെ മെമ്പറായി. അങ്ങനെ 6 മാസക്കാലം
ഇസ്ലാമിക രാഷ്ട്രത്തിൽ അയാൾ പ്രവർത്തിച്ചു അബുലാല മൗദൂദിയോടുകൂടി. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ മൗദൂദിയെ സംബന്ധിച്ച് അയാൾക്ക് അല്ലറ ചില്ലറ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. ഇസ്ലാമിന്റെ ഖലീഫ, ഇസ്ലാമിന്റെ ഭരണാധികാരിയാണല്ലോ. ഈ ഇസ്ലാമിന്റെ ഭരണാധികാരി എന്തേ ഈ പാശ്ചാത്യ മോഡൽ, അയാൾക്ക് എന്തേ താടിയില്ലാത്തത് എന്ന സംശയമാണ് ആദ്യമായി മുഹമ്മദ് മൻസൂർ നൊമാനിയെ പിടികൂടിയത്. അങ്ങനെ അതേക്കുറിച്ച് പല തവണ വാദപ്രതിവാദങ്ങൾ നടന്ന ശേഷം മൻസൂർ നൊമാനിക്ക് വേണ്ടി അബുലൈല മൗദൂദി താടി വെച്ചു എന്നാ പറയുന്നത്. ചുരുക്കി പറയട്ടെ, കുറഞ്ഞ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ മൗദൂദിയത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അഥവാ അബുലൈല മൗദൂദി ദീന്, ശരീഅത്ത്, ഇലാഹ്, റബ്ബ് എന്നീ 4 കാര്യത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തോടു കൂടി മുഹമ്മദ് മൻസൂർ നൊമാനി പരിപൂർണമായും ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് രാജിവെച്ച് സലാം പറഞ്ഞു പിരിഞ്ഞു. അവിടെ നിന്ന് അയാൾ പിന്നീട് ദീനീ പ്രവർത്തനത്തിന് വേണ്ടി അന്വേഷിച്ച് എത്തിച്ചേരുന്നത് ഷാഹ് മുഹമ്മദ് ഇല്യാസിന്റെ കൈകളിലാണ്. അങ്ങനെ അവിടെ ചെന്ന് ബൈഅത്ത് ചെയ്ത് അയാളുടെ ശിഷ്യത്വം സ്വീകരിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഷാഹ് മുഹമ്മദ് ഇല്യാസിന്റെ മരണവും മരണാനന്തര ക്രിയകളിലും ഒക്കെ നേതൃത്വം നൽകി ഇപ്പോഴും അതേ തബ്ലീഗ് ജമാഅത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. അയാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് കെ ഖിലാഫ് പ്രോപ്പഗണ്ട എന്ന് പറഞ്ഞിട്ട്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ എതിരിലുള്ള തെറ്റായ പ്രചരണം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആദ്യം അയാൾ ആ പുസ്തകം, ആ വിഷയം എഴുതിയത് ദൈവബന്ധിൽ നിന്ന് ത്രൈമാസികയായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന അദ്ദായി പത്രത്തിലായിരുന്നു. അതിന്റെ ഹെഡിങ് അൽ ഹർക്കത്തുൽ വഹാബിയ എന്നായിരുന്നു അന്ന് അയാൾ എഴുതിയത്. ആ അറബിയിൽ എഴുതി പ്രസിദ്ധീകരിച്ച ലേഖനം അയാളുടെ കൂട്ടുകാരുടെ ആവശ്യപ്രകാരം ഉറുദുവിലേക്ക് അയാൾ തന്നെ വിവർത്തനം ചെയ്ത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചതാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് കെ ഖിലാഫ് പ്രോപ്പഗണ്ട എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ 75-76 പേജുകളിൽ മുഹമ്മദ് മൻസൂർ നൊമാനി പറയുന്നു, യാഥാർത്ഥ്യം ഇതാണ്, വാക്യ ഏഹ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെയും അദ്ദേഹത്തിന്റെ പരമ്പരയിലെയും പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇബ്നു അബ്ദുൽ വഹാബും തന്റെ അനുയായികളും പരമ്പരയിലെ ആളുകളും ശിർക്ക് ബിദ്അത്തിന്റെ എതിരിൽ സന്ധിയില്ല സമരം ചെയ്തവരും തൗഹീദിനെ പ്രചരിപ്പിക്കുന്നതിലും സുന്നത്തിനെ സംസ്ഥാപിക്കുന്നതിലും അനുപമമായ പ്രവർത്തനം കാഴ്ചവെച്ചവരും ആകുന്നു. ശരിക്കും മനസ്സിലാക്കണേ, ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ചായി പറയുന്നത്. അവരിവിടെ ശിർക്കും ബിദ്അത്തും നിർമ്മാർജ്ജനം ചെയ്യുകയും തൗഹീദും അതുപോലെ തന്നെ സുന്നത്തും സ്ഥാപിക്കുകയും ചെയ്തവരാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ചിന്തിക്കാൻ പറ്റാത്തത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തികൾ. സ്വന്തം കയ്യിലിരിക്കുന്ന വടിയുടെ ഉപകാരം പോലും ഈ ഖബറിൽ കിടക്കുന്ന മുഹമ്മദിന്, ഈ ഉപകാരം പോലും മുഹമ്മദിനെ കൊണ്ടുണ്ടാകുകയില്ല എന്ന് പോലും പറയാൻ മടി കാണിച്ചിട്ടില്ലാത്ത, ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സ്വലാത്തിന്റെ കിതാബ് കോടിക്കണക്കിന് കൂപ്പികൾ ചുട്ടുകരിച്ച, ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങളുടെ രക്തം കൊണ്ട് ഹറമൈനി ശരീഫൈൻ രക്തപങ്കിലമാക്കിയ ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് പറയുന്നത്, അയാൾ ഇവിടെ തൗഹീദ് സ്ഥാപിച്ച ആളാണ്. ശിർക്കിനെ നിർമ്മാർജ്ജനം ചെയ്ത ആളാണ്, സുന്നത്തിനെ സ്ഥാപിച്ച ആളാണ് എന്നിട്ട് പറയുന്നു. ഇബ്നു അബ്ദുൽ വഹാബ് നജ്ദിൽ വെച്ച് അത്തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ പ്രചരിപ്പിച്ച അതേ ആശയമാണ് ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിൽ വെച്ച് ഇസ്മായിൽ ഷഹീദ് എന്ന് പറയുന്ന ആള് തഖ്വിയത്തുൽ ഈമാൻ എന്ന പുസ്തകത്തിലൂടെ പ്രചരിപ്പിച്ചത്. ഇബ്നു അബ്ദുൽ വഹാബ് നജ്ദിൽ വെച്ച് ഏതൊരു ആശയം പ്രചരിപ്പിച്ചോ അത് തന്നെയാണ് തഖ്വിയത്തുൽ ഈമാൻ എന്ന പുസ്തകത്തിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ വെച്ച് ഇസ്മായിൽ ഷഹീദ് പ്രചരിപ്പിച്ചത്. ഷാഹി ഷഹീദ് കെ ബാലുമേ എന്നിട്ട് പറയുന്ന ഈ ഇസ്മായിൽ ഷഹീദിന് ശേഷം അതേ സന്ദേശത്തിന്റെ പതാകവാഹകരും പ്രചാരകരും
ദയൂബന്ദിലെ ഉന്നതരായ കാസിം നാനൂത്തവി, റഷീദ് അഹമ്മദ് കാങ്കോഹി, അഷ്റഫ് അലി താനവി, തലാമിദ ഉറഫായ ബിറഹെ അവരുടെ ശിഷ്യഗണങ്ങളും പിൻഗാമികളും ആയിരുന്നു എന്നും. അപ്പോൾ ദയൂബന്ദിലെ മുഹമ്മദ് കാസിം നാനൂത്തവി, റഷീദ് അഹമ്മദ് കാങ്കോഹി, അഷ്റഫ് അലി താനവി, ഖലീൽ അഹമ്മദ് അംബേട്ടവി തുടങ്ങിയ ആളുകളെല്ലാം ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചത് ഇബ്നു അബ്ദുൽ വഹാബ് നജ്ദിൽ വെച്ച് പ്രചരിപ്പിച്ച അതേ ആശയവും ആദർശവുമായിരുന്നു എന്ന് ഈ ഷാഹ് മുഹമ്മദ് ഇല്യാസിന്റെ പ്രധാന ശിഷ്യരിൽ ഒരാളായ മുഹമ്മദ് മൻസൂർ നുഅ്മാനി രേഖപ്പെടുത്തുന്നു. സഹോദരന്മാർ, ഇനി നേരത്തെ പറഞ്ഞതുമായി നിങ്ങൾ കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുക. ഈ പറഞ്ഞ അഷ്റഫ് അലി താനവിയുടെയും റഷീദ് അഹമ്മദ് കാങ്കോയുടെയും ആശയങ്ങൾ പ്രചരിപ്പിക്കലും നവോത്ഥാന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കലുമാണ് എന്റെ ഈ പ്രവർത്തനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ഷാഹ് മുഹമ്മദ് ഇല്യാസ് പറയുമ്പോൾ ഇതുമായി സഹകരിക്കാൻ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നിർവാഹമുണ്ടോ എന്ന് നാം ചിന്തിക്കുക. ചുരുക്കത്തിൽ വഹാബി പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ഇസ്മായിൽ ഷഹീദ് എന്ന് പറയുന്ന ആളാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ ആളുകളുമായി 12 തവണ ശിർക്ക് ആരോപിച്ചുകൊണ്ട് യുദ്ധം നയിക്കുകയും 13ാമത്തെ തവണ സുന്നികളുടെ വാളാൽ കൊല്ലപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് ഈ ഷാഹ് മുഹമ്മദ് ഈ ഇസ്മായിൽ ഷഹീദ് എന്ന് പറയുന്ന ആള്. അയാളുടെ ശേഷം അതേ ആശയം ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചതോ ഈ പറയപ്പെട്ട വ്യക്തികളാണ് എന്ന് പറയുമ്പോൾ ഈ വഹാബിയത്ത് എന്ന് പറയുന്ന ആശയം അപ്പേരിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ പണ്ഡിതന്മാരും സാധാരണക്കാരും അതിനെ നഖശിഖാന്തം എതിർത്ത കാരണത്താൽ ആ പേരിൽ അതിനിവിടെ പിടിച്ചു നിൽക്കാനും ഇവിടെ പ്രചരിക്കാനും കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. അങ്ങനത്തെ ഒരു ഘട്ടം വന്നപ്പോൾ അതേ ആശയം ഈ രാജ്യത്ത് മുസ്ലിങ്ങളിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി തട്ടിപ്പടച്ചുണ്ടാക്കപ്പെട്ട ഒരു സംഘടനയാണ് തബ്ലീഗി ജമാഅത്ത് എന്ന് പറയുന്ന ഈ സംഘടന. ഇത് അവരുടെ പ്രവർത്തന ശൈലി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ വഹാബികൾ വന്ന് പ്രസംഗിക്കുന്നത് പോലെ ഏതെങ്കിലും കാര്യം പെട്ടെന്ന് ശിർക്കാണെന്നോ വിദ്യാത്താണെന്നോ പറയുന്ന പരിപാടിയല്ല. തീവ്രമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവ പ്രവർത്തകരെ അവരെ കൂടെ കൊണ്ടു നടന്നുകൊണ്ട് വഹാബിയത്തിലേക്ക് ചേർത്തിക്കളിയ എന്ന പ്രവർത്തനമാണ് ഇവന്മാരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണങ്ങൾ ധാരാളം പറയാൻ സാധിക്കും. ഒന്ന്, ഇതൊരു ദീനീ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കോടമ്പുഴയിലെ 2 ചെറുപ്പക്കാരെ അവർ വശത്താക്കുന്നു. അങ്ങനെ ആ വശത്താക്കിയ ചെറുപ്പക്കാർ ഇതൊരു ദീനിന്റെ പ്രവർത്തനമാണ്, ഞാൻ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി അവരെ കൂടെ നടന്ന് അങ്ങനെ പല ജുമുഅത്ത് പള്ളികളിലും കയറി നിസ്കാരങ്ങൾ ജുമുഅയിൽ സംബന്ധിക്കുന്നതിനിടക്ക് ഒരു ദിവസം കൊണ്ടുപോയി പച്ച മലയാളത്തിൽ ജുമുഅ ഖുത്ബ നടത്തുന്ന ആ ജുമയിൽ ഇവരെ അങ്ങ് ഭാഗവാക്കാക്കുക. ഉണ്ടോ? ഇതൊരു വഹാബിക്കും കഴിയൂല ഈ രാജ്യത്ത്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ പച്ചയിൽ പിടിച്ചുകൊണ്ടുപോയി പരിഭാഷ കുത്തുബയിൽ ചേർത്തിക്കളയാൻ സാധ്യമല്ല എങ്കിൽ അതാണ് ഇവിടുത്തെ തബ്ലീഗുകാർ നമ്മുടെ ചെറുപ്പക്കാരെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുവരെയും മലയാള കുത്തുബ എന്ന് കേട്ടാൽ വലിയ അലർജി തോന്നിയ ചെറുപ്പക്കാരന് ഇതിലങ്ങ് പെട്ടുകഴിഞ്ഞാൽ പിന്നെ അതേ സംബന്ധിച്ച് യാതൊരു പരാതിയുമില്ല, യാതൊരു ആക്ഷേപവുമില്ല. അപ്പൊ ഈ മലയാള കുത്തുബ അത് തരക്കേടില്ലാത്തൊരു കാര്യമാണ് എന്ന ചിന്താഗതി അവനിൽ ഉടലെടുക്കുന്നതോടൊപ്പം അവന്റെ സുന്നത്തി ജമാഅത്തിന്റെ തീവ്രത പുറകോട്ട് പോയി. അത്ര വഹാബിയായി. അതേ പ്രകാരം റമദാനിൽ കൊണ്ടു നടന്ന് 20 റക്അത്ത് തറാവീഹ് മാത്രം നിസ്കരിച്ച ചെറുപ്പക്കാരനെ ഒരു ദിവസം ഒരു വഹാബി പള്ളിയിൽ കയറ്റി 8 റക്അത്ത് നിസ്കരിപ്പിക്കുക. അതുപോലെ ശക്തമായി ഹദ്ദാദ് നിർവഹിച്ചുകൊണ്ടിരുന്നൊരു ചെറുപ്പക്കാരൻ ഈ പ്രവർത്തനത്തിന് പോകുമ്പോഴും നശാ നമസ്കാരാനന്തരം ഹദ്ദാദ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന ആ സംഘത്തിന്റെ അമീർ ഇവന്റെ ദിക്റിന്റെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദിവസത്തെ ക്ലാസ് ഫളായിലു ദിക്ർ, ദിക്റിന്റെ പോരിശ. അങ്ങനെ ദിക്ർ ചൊല്ലിയാലുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളെ കുറിച്ചും ആ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവസാനം പറയുന്നു, പക്ഷേ ഞാൻ ഈ പറഞ്ഞ ശ്രേഷ്ഠതകൾ മുഴുവനും ദിക്റിന് സിദ്ധിക്കണമെങ്കിൽ
ആ ചെല്ലുന്ന ദിക്ർ അഭിപ്രായ വ്യത്യാസമില്ലാത്തതായിരിക്കണം. ആർക്കും പരാതിയില്ല, ഒരു തെറ്റിദ്ധാരണയില്ല, നല്ലൊരു വാദം. വീണ്ടും ഈ ചെറുപ്പക്കാരൻ അവന്റെ ഹദ്ദാദ് തുടരുന്നു. 2-3 ദിവസം കഴിഞ്ഞ് ഇയാൾ തലേന്ന് ചെയ്ത പ്രസംഗം അവന്റെ ഹൃദയത്തിൽ രൂഢമൂലമായ സന്ദർഭത്തിൽ അവനെ സ്വകാര്യം വിളിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് ദിക്റിൽ വളരെ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം നീ ഹദ്ദാദ് വളരെ ശ്രമകരമായി ശ്രമിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ ഹദ്ദാദ് എന്ന് പറയുന്ന ആ ദിക്ർ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. അതോടുകൂടി അതുവരേക്കും കണിശമായ ഒരൊറ്റ ദിവസം വിട്ടുപോകാതെ ഹദ്ദാദ് ചൊല്ലിയ ചെറുപ്പക്കാരൻ ഹദ്ദാദ് ചെല്ലൽ നിർത്തി. അത്രയും അവൻ വഹാബിയായി. ഇങ്ങനെ ഓരോരോ പ്രവർത്തനത്തിലൂടെ വഹാബിയത്തിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാരെ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഇവന്മാരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മറ്റൊരു പ്രസ്ഥാനക്കാർക്കും ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയാത്തതാ. പക്ഷേ നിസ്കരിപ്പിക്കുക എന്ന മൂടുപടം ധരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഈ രാജ്യത്ത് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത സാധാരണക്കാരെ ആളുകൾ വരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുക. സഹോദരന്മാര്, ഈ പറയപ്പെട്ട നേതാക്കളുടെ കൃതികൾ ഒരുപാട് നമ്മുടെ കൈവശത്തിലുണ്ട്. അതോരോന്നും എടുത്ത് പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട സഹോദര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പോലും ഇവർ പറഞ്ഞു വെച്ച ആശയങ്ങൾ നാം എടുത്തു പരിശോധിച്ചാൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അകറ്റപ്പെട്ടതായി നാം കാണുന്ന വഹാബി മൗദൂദികൾ പോലും അത്തര ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമല്ല. അത്രയും മോശപ്പെട്ട പ്രയോഗമാണ് അവർ നടത്തിയിരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കണം. പലരും പറയാറുണ്ട് അവരൊക്കെ മഹാത്മാക്കളായ ഔലിയാക്കന്മാരാ. ഞാനും സമ്മതിക്കുന്നു ഔലിയാക്കന്മാരാ. പക്ഷേ ആ ഔലിയാവ് എന്നതിന്റെ മുലാഫിലെ എന്താണെന്ന് കൂടി ചിന്തിക്കണം. 2 തരം ഔലിയാക്കന്മാര് ഈ രാജ്യത്തുണ്ട്. ഒന്ന് ഔലിയാഉർ റഹ്മാൻ, മറ്റൊന്ന് ഔലിയാഉ ശൈത്താൻ. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅദുകും ലിബഅദ് അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഖാല അല്ലാഹു അസ്സ വജൽ യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് അവിടുത്തെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ഉച്ചത്തിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച ആ റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ശബ്ദമുയർത്തരുത്. സഹോദരന്മാരെ, ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമുള്ള നിയമമല്ല, വഫാത്തിന് ശേഷവും നിയമം തന്നെയാ. നിങ്ങൾക്ക് മദീനയിൽ പോയി നോക്കിയാൽ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ റൗള ശരീഫിന്റെ മുകൾ ഭാഗത്ത് ആ 3ാമത്തെ നടുക്കുള്ള വാതിലിന്റെ നേരെ മുകൾ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി. ഈ ആയത്ത് ഇപ്പോഴും അവരെ രേഖപ്പെടുത്തപ്പെട്ട് വെച്ചിരിക്കുക. അവിടെ പലതും ഉണ്ട്, ആ ഭാഗത്തേക്ക് സംസാരിക്കാൻ സമയം പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് കാര്യങ്ങൾ റസൂലുള്ളാഹിനോട് കാര്യം പറഞ്ഞ ബെയ്ത്തുകളും അവിടെ കൊത്തിവെക്കപ്പെട്ടത് ഇന്നും മായ്ക്കാതെ കിടക്കുന്നുണ്ട്. ഇരിക്കട്ടെ, എന്റെ വിഷയം അവിടെയല്ല. ഇന്ന് അവിടെ ചെല്ലുന്ന ഒരു ഹാജിയാർ റസൂലുള്ളാഹിക്ക് സലാം പറയുന്നതിൽ അല്പം ശബ്ദം കൂടിപ്പോയാൽ, ദുആ അരക്കുന്ന സമയത്ത് അല്പം ശബ്ദം കൂടിപ്പോയാൽ, സലാത്ത് ചെല്ലുന്ന സമയത്ത് അല്പം ശബ്ദം കൂടിപ്പോയാൽ അവിടെ നിൽക്കുന്ന പോലീസുകാരാ മനുഷ്യനോട് പറഞ്ഞ് ഷൂഫ്, ഈ ആയത്തിലേക്ക് ചൂണ്ടിയിട്ട് ഷൂഫ് നോക്ക്, ലാ തർഫഉ അസ്വാതകും. അവരിങ്ങനെ വായ പൊത്തിയിട്ട് പറയുന്നു, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്തരുതെന്ന് അല്ലാഹു തആല പറഞ്ഞ ഖുർആനായത്തായി കാണുന്നത് ശ്രദ്ധിച്ചു കൊള്ളണം. അപ്പോൾ വഫാത്തിന് ശേഷവും ഈ ആയത്തിന്റെ പ്രസക്തി ഉണ്ട്. സഹോദരന്മാരെ, റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിൽ വെച്ച് അവിടുത്തെ ശബ്ദത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ശബ്ദമുയർത്തരുത്. വലാ തജറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദുകും ലിബഅദ്. നിങ്ങളിൽപ്പെട്ട ചിലരോട് സംസാരിക്കുന്നത് പോലെ ഉച്ചത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കരുത്. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ബഹുമാനം പരിഗണിക്കാത്ത ഒരു സംസാരം നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയാൽ അന്തഹബത്തായമാലുക്കും, നിങ്ങളെ അമലുകൾ മുഴുവനും പൊളിഞ്ഞുപോയി. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾക്കതറിയാൻ സാധ്യമല്ല. നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ, നിങ്ങൾ അറിയാത്ത ഭാഗത്തിലൂടെ നിങ്ങളുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല വന്ന യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ ലാ തഖൂലൂ റാഇനാ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് റാഇനാ എന്ന് പറയാൻ പാടില്ല. എന്താ ഇതിനർത്ഥം? ബഹുമാനപ്പെട്ട സഹാബ കിറാം, ചില ആളുകൾ പുറകിലായി പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുമ്പോൾ, കഥകൾ പറയുമ്പോൾ, ഇൽമുകൾ പറയുമ്പോൾ അവർ കേൾക്കാതെ പോകും.
ആ സമയത്ത് അവർ പറയും യാ റസൂലല്ലാഹ് റാഇന. റാഇന എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളെ ശ്രദ്ധിക്കണേ, ഞങ്ങളെ കൂടി പരിഗണിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി അല്പം താമസിക്കണേ നബിയെ എന്നായിരുന്നു ഇതിനർത്ഥം. റായി റായി എന്ന് പറയുന്നതിന്റെ അമ്രാണ് റായി, ഞങ്ങളെ പരിഗണിക്കണേ. എന്നാൽ ഇതിന് മറ്റൊരു ഭാഷയിൽ ഇത് ഒരു ചീത്ത പദമായിരുന്നു സഹോദരന്മാരെ. ഹിബ്രു ഭാഷയിൽ ഒരു ചീത്ത പദ റായിന എന്ന് പറഞ്ഞാൽ നാം ഹംക്ക് എന്ന് പറയുന്നതിന് തുല്യം. അപ്പൊ മൂമിനീങ്ങളെ ആളുകൾ റായിന എന്ന അറബിയിൽ പറയുന്ന ഇത് ചൂഷണം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിരോധമുള്ള ജൂതന്മാര് അവരുടെ ഭാഷയിലെ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് നബിയോട് റായിന എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ അവരെ അർത്ഥപ്രകാരം റായിന എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാ. മൂമിനീങ്ങൾക്ക് അറിയോ? ഇബ്രു ഭാഷ തന്നെ അറിയാത്ത സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ചിന്തല്ല. പക്ഷേ ഇത് മറ്റൊരു ഭാഷയിൽ തെറ്റായ അർത്ഥം കുറിക്കുന്നതായതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജൂതന്മാർ ഇത് പറയാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ ലാ തഖൂലൂ റായിന, മേലിൽ നിങ്ങൾ റായിന എന്ന് പറഞ്ഞു പോകരുത്. കാരണം അതിന് തെറ്റായ ഒരു അർത്ഥം ധരിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാത്തൊരു ഭാഷയിലാണെങ്കിലും അതിന് തെറ്റായ ഒരു അർത്ഥമുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഹംക്കെന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മേലിൽ അത് പറഞ്ഞു പോകരുത്. നബിയെ കുറിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറയേണ്ട ആവശ്യം വരുമ്പോൾ ഉന്ദുർന എന്ന പദം നിങ്ങൾ പ്രയോഗിച്ചു കൊള്ളുക. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു വസ്മഊ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു തരുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം. പടച്ച റബ്ബ് നിങ്ങളോട് ഉപദേശിച്ച ലാ തഖൂലൂ റായിന എന്ന് നിങ്ങൾ ശരിക്കും അനുസരിച്ചു കൊള്ളണം. മേലിൽ നിങ്ങൾ റായിന എന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യം മനസ്സിലാക്കണം. വലിൽ കാഫിരീന അദാബുൻ അലീം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു കാഫിരീങ്ങൾക്ക് ശക്തിയായ വേദനാജനകമായ ശിക്ഷയുണ്ട്. എന്താ ഇതിനർത്ഥം? എന്താ അർത്ഥം? വലിൽ കാഫിരീന, ആരെ കുറിച്ചായി കാഫിർ എന്ന് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനോട് റായിന എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ തരം താഴ്ത്താൻ ശ്രമിക്കുന്നവനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വലിൽ കാഫിരീൻ. അങ്ങനെ റസൂലുള്ളാഹിനോട് റായിന എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ തരം താഴ്ത്തുന്ന ഇകഴ്ത്തുന്ന വിഭാഗം കാഫിറാകുന്നു. അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ടെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് റായിന എന്ന് പറയുന്ന പദം ആ പദത്തിന് ഒതുങ്ങുന്ന അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട്, ആ തെറ്റായ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അത് പ്രയോഗിക്കൽ, അള്ളാഹിന്റെ റസൂലിനെ തരം താഴ്ത്തല. സഹോദരന്മാരെ, മോമിനീങ്ങളെ, ഈ വിധത്തിൽ ഒരു തരം താഴ്ത്തൽ, ഒരു പദപ്രയോഗത്തിലൂടെ തരം താഴ്ത്തി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിനെ തരം താഴ്ത്തിയാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണെന്ന് അള്ളാഹു തആല ഗൗരവപൂർവ്വം നമ്മളെ ഉണർത്തുന്നു. നമ്മുടെ ഈമാനും നമ്മുടെ അമലുകളും പൊളിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ തെര്യപ്പെടുത്തുന്നുവെങ്കിൽ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ പറയുന്ന അഷ്റഫ് അലി താനവിയും ഖലീൽ അഹമ്മദ് അംബേട്ടവിയും റഷീദ് അഹമ്മദ് കാങ്കോയും അവരെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചത് എത്രമാത്രം ഭയാനകവും ഭയങ്കരവുമാണ് നിങ്ങൾ ചിന്തിക്കണം. അവരാശയാണല്ലോ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അവരുടെ ആശയം എന്ത് സഹോദര? വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കും. ഒന്നാമതായി അവർക്ക് പറ്റിയ വശം അള്ളാഹുവിന്റെ റസൂൽ മറിഞ്ഞ യാതൊരു കാര്യവും അറിയൂലാണ്. അള്ളാഹുവിന്റെ റസൂല് മറിഞ്ഞ കാര്യം അറിയുന്നത് ഇവിടുത്തെ നാൽക്കാലി മൃഗങ്ങളും ഭ്രാന്തന്മാരും അറിയുന്നതിൽ അപ്പുറം അള്ളാഹുവിന്റെ റസൂലിന് മറിഞ്ഞ കാര്യത്തെ കുറിച്ച് അറിവില്ല. നഊദു ബില്ലാഹ്. ഇഫ്ലുൽ ഈമാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ 21-ാമത്തെ പേജിൽ ഈ അഷ്റഫ് അലി താനവി എന്ന് പറയുന്ന മനുഷ്യൻ എഴുതുന്നു, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിന് ഗൈബ് അറിയാമെങ്കിൽ അതിവിടെ സെയ്ദിനും അമ്രിനും ബക്കറിനും ഭ്രാന്തരും നാൽക്കാലി മൃഗങ്ങൾക്കും അറിയുന്നത് പോലെയല്ല, അതിന്റെ അപ്പുറം ഇല്ല. ഒരു മൂമിനായ മനുഷ്യന് പറയാൻ സാധ്യമാണോ? തന്നെ ചിന്തിക്ക്. ഈ കാരണം കൊണ്ട് തന്നെ അവർ പറയുന്നു അള്ളാഹുവിന്റെ റസൂലിനെ യാ റസൂൽ അല്ലാഹ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ടോ ദൂരെ നിന്നിട്ടോ വിളിക്കാൻ പാടുണ്ടോ? ഒരു ചോദ്യം. റഷീദ് അഹമ്മദ് കാങ്കോഹിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫത്താവ റഷീദിയയിൽ അയാൾ മറുപടി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗൈബിയായ അറിവില്ലാത്തത് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുമെന്ന വിശ്വാസത്തിൽ യാ റസൂലല്ലാഹി എന്ന് ഖബറിന്റെ അരികിൽ വെച്ചോ ദൂരെ നിന്നോ വിളിക്കുന്നത് ശിർക്കാകുന്നു. ഖുദ് ശിർക്ക് എന്നാ പറഞ്ഞത്, തനി ശിർക്കാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുമെന്ന വിശ്വാസത്തോട് കൂടി അല്ലെങ്കിൽ അത് ശിർക്കല്ലെങ്കിലും ശിർക്കിനോട് സാദൃശ്യമായ പ്രയോഗമാകുന്നു. അതുകൊണ്ട് അത് പാടില്ല. ഒന്ന്, ഞാൻ ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ, കൂടുതൽ പറഞ്ഞു.
സമയം നീട്ടുന്നില്ല. ഇതുപോലെ സഹോദരന്മാരെ, ഒരു ഇസ്കാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുറകിൽ വെച്ച് സഹാബാ കിറാം നിസ്കാരം നിർവഹിച്ചപ്പോൾ പറഞ്ഞത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂന. അലൈക എന്ന മുമ്പിലുള്ള ആളോട് പറയുന്നതാ. അപ്പോ ഒരാളുടെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി പോയല്ലോ, ഇനിയിപ്പോ നിസ്കരിക്കുന്ന സമയത്ത് അസ്സലാമു അലൻ നബി എന്നല്ലേ പറയേണ്ടത്, അലൈക എന്നല്ലല്ലോ? ചോദ്യതാണ്. മറുപടി വേറെ. ഈ ചോദ്യത്തിന് ഫതാവ റഷീദിയിൽ ഖലീൽ റഷീദ് അഹമ്മദ് ഗാംഗോഹി പറയുന്ന മറുപടി, അഗർ കിസി കാ അഖീദ യേ ഹൈ कि अलैहिस्सलातु वस्सलाम खुद खिताब सलाम का सुनते हैं वो कुफ्र है. ख्वाह अस्सलामु अलैका कहे या अस्सलामु अला नबी कहे, अस्सलामु अलैക എന്ന് പറയട്ടെ അലൻ നബി എന്ന് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറയുന്നത് കേൾക്കുമെന്ന വിശ്വാസത്തോട് കൂടിയാണെങ്കിൽ അത് തനി കുഫ്റാവുന്നു. അല്ലാഹു പറയുന്നതോ ഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. അല്ലാഹു തആല പറയുന്ന കുൽ നബിയെ തങ്ങൾ പറയുക, ഈമലു നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, ഫസയറല്ലാഹു അമലക്കും അല്ലാഹു തആല നിങ്ങൾ അമൽ കണ്ടുകൊണ്ടിരിക്കുന്നു, വറസൂലുഹു അല്ലാഹുവിന്റെ റസൂലും നിങ്ങൾ അമലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഇവിടെ അത്തഹിയാത്തിൽ വെച്ച് അസ്സലാമു അലൈക എന്ന് പറയുമ്പോൾ കേൾക്കുമെന്നോ കാണുമെന്നോ അറിയുമെന്നോ വിശ്വസിക്കുന്നത് തനി കുഫ്റാകുന്നു എന്ന് റഷീദ് അഹമ്മദ് ഗാംഗോഹിയും പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, ഹയാത്തി ഖൈറുൽ ലക്കും വ മമാത്തി ഖൈറുൽ ലക്കും തുറദു അലയ്യ അഅമാലുക്കും വഇൻ റഅയ്തു ഖൈറൻ ഫഅമിത്തുല്ലാഹ വഇൻ റഅയ്തു ശർറൻ ഫസ്തഗ്ഫിറുല്ലാഹ ലക്കും ഖാല റസൂലുള്ളാഹി. സഹാബത്തെ, ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം തന്നെ, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഗുണമാണ് കേട്ടോ. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്ന, നബിയെ തങ്ങൾ ജീവിച്ചിരിക്കൽ ഖൈറാ ഞങ്ങൾക്കറിയാം, തങ്ങളുടെ വഫാത്ത് ഞങ്ങൾക്ക് എങ്ങനെ ഗുണമാകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മറുപടി, ഞാൻ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സമയത്ത് തുറദു അലയ്യ അഅമാലുക്കും നിങ്ങളെ ഓരോ പ്രവർത്തനവും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എനിക്ക് എന്റെ കബറിലേക്ക് വെളിവാക്കപ്പെടും, ഞാനത് കണ്ടുകൊണ്ടിരിക്കും എന്റെ കബറിലോ. എന്നിട്ട് പറയുന്നു, ഫൈൻ റായിത്തു ഖൈറൻ നിങ്ങൾ നല്ലത് ചെയ്യുന്നത് കണ്ടാൽ ഫഹമിത്തുല്ലാഹ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, പടച്ചറബ്ബേ എന്റെ ഉമ്മത്ത് അതാ നല്ലൊരു കാര്യം കോടംപോയാൽ എന്റെ ഉമ്മത്തുകൾ അതാ ഒരുമിച്ച് കൂടിക്കൊണ്ട് ദീൻ പറയുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. ഇത് റസൂലുള്ള അവിടെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫഹമിത്തുല്ലാഹ അവിടുന്ന് പറയുന്നു, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. വൈൻ റായിത്തു ശർറൻ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതെനിക്ക് വെളിവാക്കപ്പെടുമ്പോൾ ഞാനത് കാണുമ്പോൾ ഫസ്തഗ്ഫിറുല്ലാഹ ലക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹോദരന്മാര്, സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തിൽ നാം ചിന്തിച്ചു നോക്കുക. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞാൽ അത് പോലും ശിർക്കാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി എന്ന ഹോജ മഹാനവറുകൾ സുന്നത്തെ ജമാഅത്തിന്റെ നേതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നീ ശരിക്കും മനസ്സിൽ ഹാജരാക്കണം. നീ പഠിച്ചല്ലോ, അധികം നീണ്ടവരോ കുറിയവരോ അല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏതെല്ലാം ഉസ്ഫിലൂടെ ഏതെല്ലാം പരിശിലൂടെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ പരിശിന്റെ അടിസ്ഥാനത്തിൽ നീ റസൂലുള്ളാഹിന്റെ ആ പ്രത്യേകമായ വ്യക്തിത്വം തന്നെ നിന്റെ മനസ്സിൽ നീ ഹാജരാക്കണം. അങ്ങനെ നിന്റെ മുമ്പിൽ റസൂൽ ഉണ്ടെന്നുള്ള ആ വിശ്വാസം നീ വരുത്തിയ ശേഷം വഖുൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നിട്ട് വേണം നീ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു പറയാൻ. നബി എന്റെ മുമ്പിൽ ഹാജരുണ്ട് എന്ന് നീ മനസ്സിലാക്കിക്കൊണ്ട് പറയണം. പോരാ, വല്ലസ്തുക അമരുക, നിന്റെ ആഗ്രഹം, നിന്റെ വിശ്വാസം ശരിയാകണം. നീ ഇവിടെ വെച്ച് നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുമ്പോൾ അപ്പോൾ തന്നെ റസൂലുള്ളാഹി ആ സലാം എത്തുന്നുണ്ട്. വയറുദ്ദു അലൈക ഔഫാ മിൻഹു, അതേക്കാൾ ഉത്തമമായ പൂർണ്ണമായ നിനക്ക് ആ സലാമിന് നിനക്ക് അല്ലാഹുവിന്റെ റസൂൽ മടക്കും എന്നും നീ വിശ്വസിച്ചുകൊണ്ടാകണം പറയുന്നത്. ശിർക്കാവുന്നല്ല, ഈ വിശ്വാസത്തോട് കൂടിയാകണം നീ സലാം പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തന്റെ ഇഹ്യാ 1-ാമത്തെ ജുസ് 169-ാം പേജിലൂടെ പഠിപ്പിക്കുമ്പോൾ ഇവര് പറയുന്നത് അസ്സലാമു അലൈക പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കേൾക്കും, കാണും എന്ന് വിശ്വസിച്ചുകൊണ്ടായാൽ അത് ശിർക്കാണ്. ദൃഷ്ടിയൊന്നല്ല പറഞ്ഞത്,
ഇപ്പൊ ഞാൻ വായിച്ച റഷീദ് അഹമ്മദ് ഗാംഗോയുടെ ഫത്താവ് റഷീദിയാണെങ്കിൽ ഖലീൽ അഹമ്മദ് അംബേദ്കറിന്റെ വറാഹിനെ കാത്തിയ 89ാമത്തെ പേജിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? തർക്കം മൗലൂദിനെ കുറിച്ചാ. തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കളിൽപ്പെട്ട മൗലവി ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മൗലൂദിന്റെ എതിരിൽ ഒരു ഫത്വ കൊടുത്തു. അതിൽ ആ ഫത്വയിൽ മൗലൂദ് ശിർക്കാണെന്ന് സ്ഥാപിക്കാൻ അയാള് പറഞ്ഞു, മൗലൂദ് മുശ്രിക്കുകളുടെ അടയാളാണ്. കാരണം ബഹുത്ത് നിദായ റസൂൽ ഖുദാ മെ ശാമിൽ ഹൈ യേ മുശ്രികൂൻ കി അലാമത്ത് ഹൈ. വളരെ കൂടുതൽ ആള് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് യാ നബി സലാം യാ നബി സലാം എന്ന് പറയുന്നുണ്ട്. ഇത് മുശ്രിക്കുകളുടെ അടയാളാണ്. കാരണം സാമി ശരണം എന്ന് ഹിന്ദുക്കൾ പറയും, ഇവരോ യാ നബി സലാം നബി ശരണം എന്ന് പറയുന്നു. അപ്പോ യാ നബി സലാം എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് മൗലിദ് ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ എതിരിൽ മുഹമ്മദ് അബ്ദുൽ സമി എന്ന് പറയുന്ന ഒരു സുന്നി പണ്ഡിതൻ അയാളെ ഈ ഫത്വയെ എതിർത്തുകൊണ്ട് ഒരു ചെറിയ ലഘുലേഖ രചിച്ചു. അതിൽ അദ്ദേഹം ചോദിച്ചു, അല്ല യാ നബി സലാം എന്ന് പറയുന്നത് കൊണ്ട് മൗലൂദ് ശിർക്കാകുകയാണെങ്കിൽ ബഹുത്ത് നിദായ റസൂൽ ഖുദാ മശാഗിൽ ഹൈ യേ മുശ്രികൂൻ കി അലാമത്ത് ഹൈ പഞ്ചഗാന നമാസ്. എന്നാൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്ന ഈ നിസ്കാരവും മുശ്രിക്കിന്റെ അടയാളമാകേണ്ടതല്ലേ? ശ്രദ്ധിക്കണേ. നിസ്കാരത്തിൽ പറയണ്ടല്ലോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയെ സലാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ യാ നബി സലാം ഉള്ളത് കൊണ്ട് മൗലിദ് ശിർക്കാകുകയാണെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഉള്ളത് കൊണ്ട് ഈ അത്തഹിയാത്തുള്ള നിസ്കാരവും ശിർക്കാകേണ്ടതല്ലേ? അതിന്റെ മറുപടി ഈ പറഞ്ഞതിന് മറുപടി എഴുതിയത് ഖലീൽ അഹമ്മദ് അംബേദ്കറിയ. അയാൾ ഇതിന്റെ മറുപടിയിൽ പറയുന്നത്, അഗർ അത്തഹിയാത്ത് മേ അഖീദ ഇൽമ ഗൈബ് കാ ഹോഗാ ഉൻകു ഉസ്കെ ശിർക്ക് ഹോനെ സേ കബ് ഇൻകാർ ഹൈ വോ ഭി ശിർക്ക് ഹോതാ ഹൈ. അസ്സലാമു അലൈക പറയുമ്പോ അള്ളാന്റെ റസൂല് കേൾക്കുമെന്ന വിശ്വാസത്തോട് കൂടിയാണെങ്കിൽ അത് ശിർക്കാണെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല, അത് ശിർക്ക് തന്നെയാണ്. നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ വിളിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് ആരം വരെയല്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ചെല്ലാൻ പറ്റാത്ത നിസ്കാരം നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നമുക്കൊക്കെ സംശയം, നിസ്കരിപ്പിക്കല്ല, അതിലെന്താ കുഴപ്പമെന്ന്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പണ്ഡിതന്മാര് പറയാൻ പഠിപ്പിച്ചതുപോലെ പറയാൻ പറ്റാത്തൊരു നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിസ്കരിച്ചിരുമ്പോൾ ആള് മുശ്രിക്കാവുക. എന്തിനാ നിസ്കരിക്കുന്ന ആൾ മൂമിനാകാനാ? മൂമിനികൾ നിസ്കരിച്ച് തീർന്നു നോക്കുമ്പോൾ മുശ്രിക്കാകുന്നതാണ് തബ്ലീഗ് ജമാഅത്തുകാരൻ ഇവിടെ കാണിക്കുന്ന ജാലവിദ്യ. സഹോദരന്മാരെ, ഇതുകൊണ്ട് അവസാനിച്ചില്ല. ഇവിടെ അങ്ങോട്ട് നാം എടുത്ത് പരിശോധിച്ചാൽ വളരെ ഗൗരവ. നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഈ ഖലീൽ അഹമ്മദ് അംബേദ്കർ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? അള്ളാഹുവിന്റെ റസൂലിന് ഇബ്ലീസിന്റെ അത്ര ഇൽമുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാണ്. സംശയ अल्लाह से गौर करना चाहिए कि शैतान और मलकुल मौत का हाल देखकर इल्मे मुहित जमीन का फख्र आलम को खिलाफ नस कतईया के बिलाल दिल महल क़ियास फासिदा से साबित करना शिर्क नहीं तो कौन सा ईमान का हिस्सा है? शैतान और मलकुल मौत को ये वसियत नस से साबित हुई, फख्र आलम की वसियत इल्म की कौन सी नस कतई है कि जिससे तमाम नसूस को रद्द करके एक शिर्क साबित करता है. മലക്കുൽ മൗത്തിനും ഇബ്ലീസിനും വിശാലമായ അറിവുണ്ട് എന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് കണ്ടുവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ര വിശാലമായ അറിവുണ്ടെന്ന് സ്ഥാപിക്കാൻ അത് ശിർക്കാവുന്നു. ഏത് റസൂലുള്ളാഹിന്നറിയോ? ഇബ്ലീസിന് പോകാനുള്ള സ്ഥലം എത്രയാണെന്ന് നമുക്കൊക്കെ അറിയാം. പണ്ട് മൂപ്പര് ഏനാകാശം വരെ പോയിരുന്നു പറഞ്ഞാൽ ഇത് അപ്പുറം പോയ കഥല്ല, സിദ്റത്തുൽ മുന്തഹയിലോ അതിന്റെ അപ്പുറം പോയ കഥല്ല, ഏനാകാശം വരെ പോയിന്നുണ്ട്. പിന്നീട് മൂപ്പർക്ക് ഒന്നാം ആകാശം വരേക്കും പ്രവേശനം ഇല്ലാത്ത അവസ്ഥയായത്. അതേ സമയത്ത് മുഖറബായ മലക്ക് ജിബ്രായിൽ അലൈഹിസ്സലാം പോയിട്ട് എവിടം വരെ എത്തിയ ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയം, അല്ലെങ്കിൽ കഅബാലയത്തിന്റെ സമീപത്ത് ഹറമിൽ കിടന്നുറങ്ങുന്ന സമയം, ആ ഹത്തീം എന്ന് പറയുന്ന ബാത്തിക്ക് ചോട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് മുഖറബായ മലക്ക് ജിബ്രായിൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് വിളിച്ചുണർത്തിയിട്ടാണ് സഹോദരന്മാരെ മിഅ്റാജും ഇസ്രാവും അവിടെ വെച്ചാ സംഭവിക്കുന്നത്. ഇസ്രാ കഴിഞ്ഞു. അങ്ങനെ എവിടെ എത്തി? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ ചെന്ന്
അവിടെ നിന്ന് മീറാജിന് പോയി 7-ാം ആകാശവും കടന്ന് സിദറത്തുൽ മുന്തായും വിട്ടുകടന്ന് ബഹ്റുൻ നൂർ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം പറയുന്നത് എന്താ സഹോദരന്മാരെ? പറയുന്നത് നബിയേലു തഖദ്ദംതു ശിബ്റൻ ലഹ്തറക്തു, എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോരാൻ NOC ഇല്ല, എന്റെ NOCയുടെ അവധി കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ ഒരു ചാൺ അങ്ങോട്ട് കാലെടുത്ത് വെച്ചാൽ ഞാൻ കരിഞ്ഞു പോകും നബി, എനിക്ക് പോരാൻ പറ്റില്ല, നിങ്ങൾ പോയിക്കോ. അങ്ങനെ മുഖറബായ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാമിന് പോലും പോകാൻ അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ നേരെ ചൊവ്വേ ചെന്നുകൊണ്ട് തന്റെ 2 നെറ്റിയിലുള്ള 2 കണ്ണുകൊണ്ട് സർവത്ര കാര്യങ്ങളും നേർക്ക് നേരെ കണ്ട് തിരിച്ചു വന്ന മുത്തു മുസ്തഫ റസൂലുള്ളാഹി. ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹിസ്സലാമിന് എല്ലാ അറിവും പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ എന്ന് പറഞ്ഞത് ഒരു സുമാറ് പറഞ്ഞതല്ല, കുല്ലഹ, അത് മുഴുക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഖിയാമത്ത് നാൾ വരേക്കും മാത്രമല്ല, അവിടെ അങ്ങോട്ടും വരാൻ പോകുന്ന സർവ്വത്ര കാര്യങ്ങളും ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. സഹോദരന്മാരെ, അങ്ങനത്തെ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർള്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അതുപോലെ നുരി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്മൾ കാണിച്ചു കൊടുത്തു മലകൂത സമാവാതി വൽ അർള്, നിന്ന നിപ്പിൽ നിന്ന് ഭൂമിയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാ സഹോദരന്മാരെ ആ ആകാശത്തിന്റെയും ഭൂമിയുടെയും സർവത്ര രഹസ്യങ്ങളും കണ്ടു. ഏറ്റവും രഹസ്യം എന്നറിയും, ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് ചന്ദ്രഗോളത്തിലെത്താൻ വേണ്ടി നീൽ ആംസ്ട്രോങ് ഒക്കെ ഉപയോഗിച്ച വേഗതയുള്ള വാഹനം 100 കൊല്ലക്കാലം നിരന്തരമായി ഓടിയാൽ എത്താവുന്ന ദൂരത്തിൽ ചില രശ്മികളും ചില ചലനങ്ങളും ഞങ്ങൾ കണ്ടുകൂടാ. ആര്? റവാഹു നീൽ ആംസ്ട്രോങ്. അതാ ഹോജ തന്നെ പറയണം, നീൽ ആംസ്ട്രോങ് എന്ന് പറയണം ആ കാര്യം. അവൾ ചന്ദ്രഗോളത്തിൽ നിന്ന് ദൂരദർശിനി വെച്ച് നോക്കിയിട്ട് കണ്ടതാ. പക്ഷെ അത് കൃത്യമായി പറയാൻ സാധ്യമല്ല. ശാസ്ത്രം പറയുന്നത് ചില നക്ഷത്രങ്ങൾ അല്ലാഹു തആല വരച്ചു വെച്ചിട്ടുണ്ട്. ഈ പ്രകാശം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 1,86,000 മൈൽസ് സഞ്ചരിക്കുന്നു. സഹോദരന്മാരെ, അതിനേക്കാണ് വേഗതയുള്ള വസ്തുക്കൾ ഉണ്ടോ ഇല്ലേ? ഫീഹി കൗലാനി, ശാസ്ത്രജ്ഞന്മാരെ അഭിപ്രായ വ്യത്യാസത്തിനാ. മുത്തഫഖ് അലൈഹി ഒരു സാധനം ഇപ്പൊ കൂടുതൽ വേഗതയുള്ളത് ഈ കാണുന്ന വെളിച്ചത്തിനാ. അത് ഒരു സെക്കൻഡിൽ 1,86,000 വന്നാൽ 2,00,000 ചില്ലാനം കിലോമീറ്റർ ഒരു സെക്കൻഡ്, മണിക്കൂറിന്റെ 60 ഒരു മിനിറ്റിന്റെ 60 ഈ സമയം കൊണ്ട് സഞ്ചരിക്കുന്നു എന്നാ പറയുന്നത്. അങ്ങനത്തെ ചില നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങിയിട്ട് ഇക്കാലം വരേക്കും ആ കിരണം ഈ ഭൂമിയിൽ പതിഞ്ഞിട്ടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതാണ് ആകാശലോകത്തിന്റെ രഹസ്യം. ഇതേ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർള്. ഈ രഹസ്യങ്ങൾ മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കാണിച്ചു കൊടുത്തിരിക്കുന്നു. സഹോദരാ, ഈ ഭൂമിക്കടിയിൽ എവിടെയൊക്കെ പെട്രോൾ ഉണ്ട്, എവിടെ സ്വർണ്ണമുണ്ട്, എവിടെയൊക്കെ മറ്റുള്ള സാധന സാമഗ്രികളുണ്ട്, മുഴുവനും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല അവിടുത്തെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നുവെങ്കിൽ നബിയുടെ അവസ്ഥ എന്ത്? ഫഖന്നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാലുഹു ഫീ ഇൽമിൻ വലാ കറമി. ഈ 1,00,000 ചില്ലാനം അമ്പിയാക്കന്മാരെക്കാൾ അള്ളാഹുവിന്റെ റസൂൽ സമുന്നതനായിരിക്കുന്നു എന്ന് മാത്രമല്ല, വലം യുദാനുഹു, ഈ അമ്പിയാക്കന്മാരാരും തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അയലത്ത് പോലും എത്തിയിട്ടില്ല ഫീ ഇൽമിൻ, ഇൽമിന്റെ കാര്യത്തില്. കാരണം ലോകത്തുള്ള സർവത്ര കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടതാ ലൗഹുൽ മഹ്ഫൂദ് എങ്കിലാ. ആ പറയുന്ന ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെട്ട അറിവ് അള്ളാഹിന്റെ റസൂലിന്റെ അറിവിൽ നിന്ന് അല്പം മാത്രമാകുന്നു. ആ അറിവിന്റെ അളവ് ആർക്കാ കണക്കാക്കാൻ കഴിയാ? ഇവിടെ നിന്ന് നോക്കിക്കാണിയല്ല, നേരെ പോയി കണ്ടുപോകുന്നത് അള്ളാഹിന്റെ റസൂൽ. സ്വർഗവും നരകവും തെളിവുകൾ പറയാൻ സമയം പോരാ. സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾ ചിന്തിക്കണം. ഈ അള്ളാഹുവിന്റെ റസൂലിന് ഇബ്ലീസിന്റെ അത്ര ഇൽമുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വസ്തവൻ ഇസ്ലാം എന്ന് പുറത്താണെന്നാണ് ഖലീൽ അഹമ്മദ് അംബേദ്കർ ബറാഹിനെ കാത്തിയ എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നത്. ഈ വിശ്വാസം പ്രചരിപ്പിക്കാനാണ് ഈ തബ്ലീഗുകാർ ഈ രാജ്യത്തൂടെ ചുറ്റിക്കറങ്ങുന്നതെങ്കിൽ ഇത് അംഗീകരിച്ചു കൊടുക്കാനും ഇത് അംഗീകരിക്കാനും ഇതുമായി സഹകരിക്കാൻ നമുക്ക് നിർവാഹമുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇനിയും ഒരുപാട് കാര്യം ആ ഭാഗത്ത് സംസാരിക്കാനുണ്ട്. സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയല്ല. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അവർ എവിടം വരെ തരം താഴ്ത്തി സഹോദര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറുദു ഭാഷ പറയാൻ പഠിച്ചത്, സംസാരിക്കാൻ പഠിച്ചത് ഈ ദൈവബന്ധിലുള്ളതായിരിക്കുന്ന കാൽസറായികളോടാണ് എന്ന് പറയാൻ പോലും അവർ മടിച്ചിട്ടില്ല.
അതേ ബറാഹിനെ കാത്തിയ എന്ന പുസ്തകത്തിന്റെ 30-ാമത്തെ പേജ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിന്റെ ബുക്കും നമ്മളെ കയ്യിലുണ്ട്, ഉദ്ധരണിയുണ്ട്. സംശയമുള്ള ആർക്ക് വേണമെങ്കിലും ഉറുദു അറിയാവുന്ന ആളെയും കൂട്ടിയിട്ട് നിങ്ങൾ എന്നെ വിവരം അറിയിച്ചാൽ മതി. ആ പുസ്തകമൊക്കെ ഞാൻ കൊണ്ടുവരാം, നമുക്ക് സംസാരിച്ചു നോക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എന്തെല്ലാം ശ്രേഷ്ഠതകൾ പറയാ, അത് മുഴുവനും തള്ളി പറയാ. മാത്രല്ല, നിങ്ങൾ നോക്ക്, ഷാഹ് മുഹമ്മദ് ഇല്യാസ് തന്നെ അദ്ദേഹത്തിന്റെ മൽഫുദാത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതുന്നത് നോക്ക്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വസിറാജം മുനീറ, ഇന്നാ അർസൽനാക ഷാഹിദൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു വസിറാജം മുനീറ, തങ്ങൾ കത്തിച്ചൊലിക്കുന്ന വിളക്കാകുന്നു എന്ന്. ഈമാനോട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ ചെന്നിരുന്നാൽ ഒരൊറ്റ സെക്കൻഡ് ഇരുന്നു, ഒരു സുബ്ഹാനല്ലാഹ് പറയാതെ, ഒരു അൽഹംദുലില്ലാഹ് പറയാതെ, ഒരു സുജൂദ് ചെയ്യാതെ അയാൾ മരിച്ചു പോയാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ 1000 കൊല്ലം ഇബാദത്തെടുത്ത മനുഷ്യനേക്കാൾ ഇയാൾ ശ്രേഷ്ഠനാ. കാരണം റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലെ ആ പ്രകാശം അപ്പാട് ഇയാളെ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് പകരുന്നു. അതാണ് സഹാബത്തിന്റെ പ്രത്യേകത. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും ഇസ്ലാമിന്റെ വിശ്വാസവും. സഹോദര സഹോദരി, നിങ്ങൾ മനസ്സിലാക്കണം, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഷാഹ് മുഹമ്മദ് ഇല്യാസ് പറയുന്നത് നോക്ക്. एक बार फरमाया अंबिया अलैहिस्सलाम बावजूद के मासूम व महफूज हैं और उलूम व हिदायत बराह रास्त हक ताला से हासिल करते हैं, लेकिन इन तालीमात व हिदायत की तबलीग में हर तरह के लोगों से मिलना जुलना और उनके पास आना जाना होता है, तो उनके मुबारक और मुनव्वर कुलूब पर भी इन अवाम उन्नास की कदूरतों का असर पड़ता है और फिर तन्हाई के जिक्र और इबादत के जरिए वो इस गिरदो गुबार को धोते हैं. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമ്പിയാക്കന്മാർക്ക് മുഴുവനും അള്ളാഹുവിൽ നേരിട്ട് ഹിദായത്തും ഇൽമും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഹിദായത്തുകളെയും ഇൽമുകളെയും സാധാരണക്കാർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി സാധാരണക്കാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപഴകുമ്പോൾ അവിടുത്തെ മുനവ്വറായ ഹൃദയം, പ്രഭാപൂരിതമായ ഹൃദയം, പ്രകാശിതമായ ഹൃദയത്തിൽ സാധാരണക്കാരന്റെ മാനസികമായ ചേറുകൾ, പൊടിപടലങ്ങൾ അത് പരണ്ടുകൊണ്ട് പറ്റിപ്പിടിച്ചുകൊണ്ട് നബിയുടെ പ്രഭാപൂരിതമായ ഹൃദയത്തിൽ കളങ്കം സംഭവിക്കാറുണ്ടായിരുന്നു. നോക്കണം. എന്നിട്ട് നബി ഒറ്റയ്ക്ക് ഇബാദത്തെടുത്തുകൊണ്ട് ആ കളങ്കങ്ങൾ നീക്കിക്കളയാറ് പതിവായിരുന്നു. നഊദു ബില്ലാഹ്. സാധാരണക്കാരന്റെ ഹൃദയ മാലിന്യം എന്ന് പറഞ്ഞാൽ ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാഹ്, സുന്നത്ത്, ഉജുബ്, ഇങ്ങനത്തതാണ് ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ. ഈ ഹൃദയ മാലിന്യങ്ങൾ അള്ളാന്റെ റസൂലിന്റെ കൽബിലേക്ക് അങ്ങോട്ട് പറ്റിയിട്ട് റസൂലുള്ളാന്റെ ഹൃദയം കറുത്തു പോവുക, കറ പിടിക്കുക, എന്നിട്ട് ഏകാന്തമായിരുന്ന് ഇബാദത്തെടുത്തുകൊണ്ട് ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുക, ഇത് നബിയുടെ പതിവായിരുന്നു എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇവന്മാരെന്താ മനസ്സിലാക്കിയത്? ഈ പറഞ്ഞ ആളുകളെ അവരുടെ ആശയം ഈ രാജ്യത്ത് പ്രചരിപ്പിക്കലാണ്, ഇവരെ മഹാന്മാരായി ചിത്രീകരിക്കലാണ് ഇവിടെ ഉദ്ദേശമെങ്കിൽ ഇതുമായി സഹകരിക്കാൻ മൂമിനെ നമുക്ക് സാധ്യമാണോ? നിങ്ങൾ മനസ്സിലാക്കണം. വേറൊന്നും വേണ്ട. ഇവന്റെ പേര് വെക്കുമ്പോൾ ഒരുത്തൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞാൽ ഓന്റെ ഈമാൻ പോകാൻ പിന്നെ വേറൊന്നും വേണ്ട. കാരണം മൻ വക്കറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം ഖാല റസൂലുള്ളാഹി. ബിദ്അത്തുകാരനെ തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ തരം താഴ്ത്തുന്ന, അള്ളാഹിന്റെ റസൂലിനെ ഇകഴ്ത്തുന്ന ഈ തരക്കാർക്ക് വല്ലൊരുത്തനും ബഹുമാനിച്ചാൽ അവൻ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചവനാണ്. കണ്ടോ? അപ്പൊ വേറെ ദോഷമൊന്നും വേണ്ട. എന്താ മൂല്യാര് നമ്മളെ തെവിലിയാർക്കുള്ള തെറ്റ്? ഈ തരത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ തരം താഴ്ത്തിയ റഷീദ് അഹമ്മദ് ഗാംഗോഹി, അഷ്റഫ് അലി താനവി, ഖലീൽ അഹമ്മദ് അംബേട്ടവി, ഈ ഷാഹ് മുഹമ്മദ് ഇല്യാസ് തുടങ്ങിയ ആളുകളെ പേര് കേൾക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞുകൊണ്ട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഈ ബഹുമാനിക്കലും ആദരിക്കലും തന്നെ ഇസ്ലാമിനെ പൊളിക്കലാകുന്നു. പോരെ, അതിലപ്പുറം എന്താ വേണ്ടത്? ഇനി കുറച്ചുകൂടി അങ്ങോട്ട് കടന്നാൽ ബഹുമാനപ്പെട്ട സഹോദരന്മാര്, ഓർക്കാൻ പോലും കഴിയാത്തതാണ് ഇവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും ടോപ്പിലെ നേതാവായ നേരത്തെ ഞാൻ പറഞ്ഞ ഇസ്മായിൽ ഷഹീദ്, അയാളുടെ തഖ്വിയത്തുൽ ഈമാൻ എന്നൊരു പുസ്തകമുണ്ട്.
അതിലാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ചെരുപ്പൂത്തിന്റെ സാധനമാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല. അള്ളാഹു താലാന്റെ മുമ്പിൽ ഒരു ചെരുപ്പ് കുത്തിയുടെ സ്ഥാനം മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഹർ മഖ്ലൂഖ് അല്ലാഹ് കെ ആകെ ചുമാർ സേ ഭി സിയാദാ ദലീൽ ഹൈ. അള്ളാഹു താലാന്റെ ബഹുമാനം പഠിപ്പിക്കാൻ പറയാണോ അല്ലെ? അള്ളാഹു താലാന്റെ ബഹുമാനത്തിന് മുമ്പിൽ ഹർ മഖ്ലൂഖ്, നബി ആവട്ടെ വേറെ ആരാവട്ടെ ആരായിരുന്നാലും ശരി, ചുമാർ സേ ഭി സിയാദാ ദലീൽ ഹൈ, ചെരുപ്പൂത്തിനേക്കാൾ നിന്ദനാണ്. അള്ളാഹിന്റെ റസൂല് അടക്കം ലോകത്തുള്ള സർവത്ര അമ്പിയാക്കന്മാരും മൗലിയാക്കന്മാരും ആരിഫ്യങ്ങളെ കുറിച്ചും ഇവന്മാരെ പ്രയോഗ പോട്ടെ. അത് അവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ ഇതേ ഷാഹ് മുഹമ്മദ് ഇല്യാസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക സഹോദരന്മാര്. നമസ്കാരത്തിൽ ഉണ്ടാകുന്ന ചിന്തകളെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ട് പറയാ. നിസ്കാരത്തിൽ മനുഷ്യന്റെ മനസ്സിൽ ഉത്ഭൂതമാകുന്ന പലതരം ചിന്തകൾ, ആ ചിന്തയുടെ ഗ്രേഡുകൾ ഇതിങ്ങനെ പറഞ്ഞു പോന്നിട്ട് പറയുന്നു. ജിനാ കെ വസ്വസെ അപ്നി ബീബി കി മുജാമത്ത് ഖാഹിയാൽ ബഹ്തർ ഹൈ. നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ മറ്റൊരു അന്യ പെണ്ണുമായി വ്യഭിചരിക്കുന്നു എന്ന് ആലോചിച്ചു പോകൽ, ചിന്തിച്ചു പോകൽ, സ്വന്തം ഭാര്യയുമായി സംയോഗത്തിൽ ഏർപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതിനേക്കാണ് നല്ലതാ. അർത്ഥം തെറ്റുന്നൊന്നുമില്ല, ആർക്കും തെറ്റിദ്ധാരണ വേണ്ട. തെറ്റിന്ന് ആർക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ആളെയും കൂട്ടി വന്നാ മതി. ജിനാ കെ വസ്വസെ അപ്നി ബീബി കി മുജാമത്ത് ഖാഹിയാൽ ബഹ്തർ ഹൈ. ഭാര്യയുമായി സംയോഗം ചെയ്യുന്നു എന്ന് നിസ്കാരത്തിൽ ചിന്തിക്കുന്നതും അന്യ പെണ്ണുമായി വ്യഭിചരിക്കുന്നു ചിന്തിക്കുന്നതുമായിട്ട് വ്യഭിചരിക്കുന്നു ചിന്തിക്കലാ നല്ലത്. और शेख या उसी जैसे और बुजुर्गों की तरफ खास जनाबे रिसालत माव ही हो, अपनी हिम्मत को लगा देना अपने बेल और गद्दे की सूरत में मुस्तक़िल होने से बुरा है. വല്ല ശേഖന്മാരെയോ എന്നു വേണ്ട, മുത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയോ നിസ്കാരത്തിൽ ഓർക്കുക എന്നത് ഹിമ്മത്ത് ലഗാന, അവരിലേക്ക് ചിന്ത ചേർക്കുക, അഥവാ അവരെ കുറിച്ച് ആലോചിക്കുക, ഓർക്കുക. ഇത് തന്റെ കാളയെ സംബന്ധിച്ചോ കഴുതയെ സംബന്ധിച്ചോ ഉള്ള ചിന്തയിൽ മുഴുകുന്നതിനേക്കാൾ ചീത്തയാകുന്നു. നഊദുബില്ല. എന്താ കാരണം? സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. അയാൾ തന്നെ പറയുന്നു, ശൈഖിനെയോ നബിയെയോ ഒരാൾ ചിന്തിക്കുന്നത് ബഹുമാനത്തോടു കൂടിയാവും, കാളയോ കഴുതയോ ചിന്തിക്കുന്നത് അത്ര ബഹുമാന പുരസ്സരമാകില്ല. അത് വളരെ നിസ്സാരതയോടുകൂടിയും നിന്ദയോടുകൂടിയുമായിരിക്കും. എന്നാൽ നിസ്കാരത്തിൽ അള്ളാഹു അല്ലാത്തവരോട് കൽപ്പിക്കുന്ന ഈ ബഹുമാനം ശിർക്കി തറഫ് കേജ് കരലേ ജാത്തി ഹേ, അത് ശിർക്കിലേക്ക് നയിക്കുന്നതാകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് ബഹുമാനത്തോടു കൂടി ഓർക്കുക എന്നത് ശിർക്കാകുന്നു. ഈ ആശയങ്ങൾ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതുമായി സഹകരിക്കാൻ മുഅ്മിനീങ്ങൾക്ക് നിർവാഹമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. ഇതാണ് ഇന്ന് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞ പേരിൽ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടിത പ്രവർത്തനം നടത്തുന്ന പ്രവർത്തനവും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളും തമ്മിൽ എതിരാവാനുള്ള കാരണം. അതുകൊണ്ട് ഈ കണ്ടതിന് പുറകിലെല്ലാം നല്ലതാണെന്ന ചിന്തയോടുകൂടി നാം നടന്നാൽ സഹോദരാ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ ഈമാനാ. നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാത്തത് അറിയുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചു കൊള്ളണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. സഹോദരന്മാരെ, മരിച്ചുപോയ മഹത്തുക്കളായ കേരളത്തിലെ പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾ എടുത്ത് പരിശോധിക്കും. ബോധവൽക്കരണം നടത്താതെ പോയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ തൊട്ടടുത്ത ചാലിയത്ത് ബഹുമാനപ്പെട്ട അബു സഅദ് അഹമ്മദ് കോയ ശാലിയത്തി റളിയല്ലാഹു മർകദഹു തങ്ങളവர்கள் തന്റെ ഫതാവയിലൂടെ കേരളത്തിലെ സർവ്വ മുസ്ലിങ്ങളെയും ഇക്കാര്യത്തെ കുറിച്ച് ഉത്ബോധനം ചെയ്തിട്ടുണ്ട്, ശരിക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സഹോദര, ഈ പ്രസ്ഥാനവുമായി മുഅ്മിനീങ്ങൾ വിട്ടുനിൽക്കണമെന്നും അവരുമായി ബന്ധപ്പെടാൻ പാടില്ലെന്നും കേരളത്തിലെ പണ്ഡിതന്മാർ മാത്രമല്ല, ഒരണ്ടോണം മാത്രമല്ല സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്തുള്ള 267ഓളം പണ്ഡിതന്മാര് ഈ പ്രസ്ഥാനത്തിന്റെ വിശ്വാസങ്ങള് തനിയായ വഹാബിയത്തിന്റെ വിശ്വാസമാണ്, ഇസ്ലാമിന് നിരക്കാത്ത വിശ്വാസമാണ് എന്ന് കൊടുത്ത ഫത്വയുടെ പേരാണ് അസ്തവാരിമുൽ ഹിന്ദിയ. അസ്തവാരിമുൽ ഹിന്ദിയ എന്ന പേരിൽ ഈ 267ഓളം വരുന്ന പണ്ഡിതന്മാരുടെ ഫത്വ ഇവിടെ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വാങ്ങാൻ കിട്ടും. പോരാ, മക്കായിലും മദീനായിലും ദർസ് നടത്തിക്കൊണ്ടിരുന്ന ഇമാമത്ത് എന്ന ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരുന്ന, അവിടെ ഇസ്ലാമിന്റെ ദ്വീകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന 37ഓളം വരുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനക്കാരുടെ വിശ്വാസത്തെ കുറിച്ച് കൊടുത്തിട്ട് ഫത്വ കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിന് നിരക്കാത്ത തെറ്റായ വിശ്വാസമാണ്, അതിൽ നിന്ന് മുഅ്മിനീങ്ങൾ മുഴുവനും വിട്ടുനിൽക്കണമെന്ന് ഹറമൈനിയിലെ 37 പണ്ഡിതന്മാർ ചേർന്നുകൊണ്ട് ഫത്വയുണ്ട്. ഇന്ന് വേണമെങ്കിൽ അതും വാങ്ങാൻ കിട്ടും. അതിന്റെ പേരാണ് ഹുസാമുൽ ഹറമൈൻ.
ഇത് കേരളത്തിൽ മാത്രമോ മലബാറിൽ മാത്രമോ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ആരൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ അവർ മുഴുവനും ഈ പ്രസ്ഥാനവുമായി മുഅ്മിനീങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട് ഇവരെ സംബന്ധിച്ച്, നീട്ടി സംസാരിക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ വഹാബി മൗദൂദിയത്തിനേക്കാൾ വളരെ മാരകമാണ്, അപകടമാണ്. കാരണം സഹോദരന്മാര് മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഇസ്ലാമിലേക്ക് ഈ ഇസ്ലാമിക വിരുദ്ധമായ ആശയത്തിലേക്ക് ആളെ ചേർക്കുകയാണ്. ക്ഷണിക്കുക മാത്രമല്ല, ആ പ്രവർത്തനം ആളുകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വഹാബി മൗദൂദി ഖാദിയാനിയേക്കാൾ ഏറ്റവും വലിയ മാരകമാണ് ഈ ഇന്നറിയപ്പെട്ട തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞ പ്രവർത്തനം. അതുകൊണ്ട് ഈ വരുന്നതൊക്കെ നല്ലതാണെന്ന് ചിന്തിച്ച് അതിന്റെ പുറകെ പോയാൽ കാര്യം അപകടമാണ്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ട് നമ്മുടെ പാരസ്പരികമായ ശാശ്വതമായ വിജയം നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് പണ്ഡിതന്മാരെ കടമ അവർ നിർവഹിച്ചു കഴിഞ്ഞു. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് നിരക്കാത്ത, ആ വിശ്വാസത്തിന് നിരക്കാത്ത, വിശ്വാസം വെച്ചു പുലർത്തുന്ന, പ്രവർത്തിക്കുന്ന, പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ട് അതുമായി കേരളത്തിൽ മുഅ്മിനീങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല എന്ന് പണ്ഡിതന്മാരിതാ നമുക്ക് വിവരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് സാധാരണക്കാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ ഈമാൻ രക്ഷപ്പെടും. ഇല്ല എങ്കിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു റസൂലിനെ തരം താഴ്ത്തിക്കൊണ്ട് ഈ ലോകത്ത് ജീവിച്ചിട്ട് ആർക്കെങ്കിലും സ്വർഗം പുൽകാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല കേട്ടോ. മറ്റൊന്ന്, നമ്മുടെ മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ നല്ല ആകർഷണീയമായ